നമസ്കാരം, പ്രവാസി മലയാളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ജർമ്മനിയെ ഞെട്ടിച്ച ഹനോവിലെ കൂട്ടക്കൊലകളിൽ ജർമ്മൻ ജനത തേങ്ങിയിരിക്കുകയാണ്. വിവിധ നഗരങ്ങളിൽ വംശീയാക്രമണത്തെ ജർമ്മൻ നേതാക്കൾ പരസ്പരം കൈപിടിച്ച് പ്രതിഷേധിച്ചു. തിരിതെളിച്ച് ആയിരങ്ങൾ മരണമടഞ്ഞവർക്ക് പ്രണാമം അർപ്പിച്ചു. സംഭവസ്ഥലമായ ഹാനോവിൽ ജർമ്മൻ പ്രസിഡന്റ് വാൾട്ടർ സ്റ്റൈൻ നേരിട്ടെത്തി മരണമടഞ്ഞവരുടെ ബന്ധുക്കൾക്ക് ആശ്വാസവചനങ്ങൾ നൽകി. സംഭവസ്ഥലമായ ഹാനോവിൽ ജർമ്മൻ പ്രസിഡന്റ് വാൾട്ടർ സ്റ്റൈൻ നേരിട്ടെത്തി മരണമടഞ്ഞവരുടെ ബന്ധുക്കൾക്ക് ആശ്വാസവചനങ്ങൾ നൽകി ജർമ്മനിയുടെ ദുഃഖം അവരെ നേരിട്ടറിയിച്ചു. തുടർന്ന് ഹാനോവിൽ നഗരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ജർമ്മൻ പ്രസിഡന്റ് സ്റ്റൈൻമയർ അധ്യക്ഷത വഹിച്ചു. കുടിയേറ്റക്കാരെ നിഷ്കരണം ജർമ്മൻ മണ്ണിൽ വെടിവെച്ചു വീഴ്ത്തുന്നത് ജർമ്മൻകാർക്ക് ചേർന്ന നടപടിയല്ലെന്നും പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ജർമ്മനിയിൽ ഇത്തരം കൂട്ടക്കൊലകൾ നടത്തി ജനത്തെ രണ്ട് തട്ടാകാമെന്ന് ആരും കരുതണ്ടെന്നും പ്രസിഡന്റ് വലതുപക്ഷ തീവ്രവാദികൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇനി കടുത്ത നടപടികൾ സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഹാനോവിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾക്ക് പ്രസിഡന്റ് ഉറപ്പു നൽകിയിട്ടുമുണ്ട്. ബർലിനിലും മറ്റു പ്രധാന നഗരങ്ങളിലും വിദേശികൾക്ക് അനുകൂലമായ പ്രകടനങ്ങൾ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടന്നു. ജർമ്മനി എന്നും കുടിയേറ്റക്കാരോടൊപ്പമാണ്, നാസികൾ പുറത്തുപോകുക എന്നീ മുദ്രാവാക്യങ്ങൾ പ്രകടനക്കാർ മുഴക്കിയിരുന്നു. നേരത്തെ ജർമ്മൻ ചാൻസലർ അംഗല മെർക്കൽ മാധ്യമങ്ങളെ കണ്ട് കൂട്ടക്കൊലകളെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ജർമ്മൻകാരുടെ വംശീയ വിദ്വേഷം വിഷമാണെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. യുവതലമുറയെ ബാധിച്ചിരിക്കുന്നത് ഭേദമാകാത്ത ക്യാൻസറാണെന്നും അതിനുവേണ്ട ചികിത്സ സർക്കാരിന് പക്കലുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ വർഷം ഒരു ജർമ്മൻ നേതാവിനെ വെടിവെച്ച് കൊന്ന നാസികളുടെ കൊലയുടെ കഥയും വാർത്താ സമ്മേളനത്തിൽ അവർ ഓർത്തെടുത്തു. തോബിയസ് കൊലയാളി തോബിയസ് റാറ്റൈൻ എന്നാണ് ഇയാളുടെ മുഴുവൻ പേരെന്ന് പോലീസ് അറിയിച്ചു. ഇയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ കുറ്റാന്വേഷണ വിഭാഗം ശേഖരിച്ചു വരികയാണ്. ഇയാൾ വകവരുത്തിയ 9 പേരും യുവാക്കളാണ്. മരിച്ചവരിൽ 34 വയസ്സുകാരിയും ഗർഭിണിയും 2 കുട്ടികളുടെ മാതാവും ഉൾപ്പെടുന്നു. ഈ കൊല നാടിനെ ദുഃഖത്തിലാഴ്ത്തി. 72കാരി അമ്മയെ തോബിയസ് വെടിവെച്ച് വീഴ്ത്തിയ ശേഷം പിതാവിനെ തിരഞ്ഞുവെങ്കിലും വെടിവെച്ച് കേട്ട് ഇയാൾ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാളെ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തോബിയസ് അയൽവാസികൾക്ക് പ്രിയങ്കരനായിരുന്നു, സൗമ്യനായിരുന്നു. ആളുകളോട് ഇടപെടുന്ന പ്രകൃതം, സാത്താൻ സേവയിൽ പൂജലി ഇയാൾ വിശ്വസിച്ചിരുന്നു. തുർക്കികളെയും ജൂതരെയും തോബിയസ് വെറുത്തിരുന്നു. അവരെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇയാൾ കുറിച്ചു. തോബിയസ് ഒരു ബാങ്ക് ഓഫീസറാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.